രാവിലെ വർക്കൗട്ടിനൊക്കെ പോയിട്ട് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് തുണി കഴുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുണിയെല്ലാം കഴുകി കഴിഞ്ഞു. പിന്നെ ഞാൻ തുണി കഴുകി വരുമ്പോഴത്തേക്കിനും അമ്മ അടുക്കളയിലെ കാപ്പിയും പരിപാടിയെല്ലാം തീർത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോകുന്നത് മൊത്തം തൂത്തുവാരി തുടയ്ക്കാനാണ് കേട്ടോ. എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പണി ഇത് തന്നെയാണ് കേട്ടോ. മൊത്തം തൂത്തുവാരുക, തുടയ്ക്കുക. ഈ ഒരു 2 കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ സമയം ഒരുപാടാവും കേട്ടോ. അപ്പോൾ രാവിലെ കുഞ്ഞും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പുറകെ നടപ്പുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ കുറേ നേരമായിട്ട് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഫോണിൽ കുഞ്ഞിന് കാർട്ടൂൺ കാണിച്ച് കുറവാണ് കേട്ടോ. കൂടുതലും ഞാൻ ടി വിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരെ പോകുന്നത് ഞങ്ങളുടെ വർക്ക് ഏരിയ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് ഞാനിത് വൃത്തിയാക്കുന്നത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അന്നേരത്തേക്കിനും എല്ലാം ഒന്ന് അടുക്കി പറക്കി വൃത്തിയാക്കണമെന്നുണ്ട്. കുറേ ദിവസമായി വർക്ക് ഏരിയ ഒന്ന് വൃത്തിയാക്കണമെന്ന് ഓർക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് സമയം കിട്ടിയത്. അമ്മയുടെ റൂമിലിരുന്ന അലമാരിയാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ അലമാരി മേടിച്ചപ്പോൾ ഇത് വർക്ക് ഏരിയയിലോട്ട് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും മുഴുവൻ നേരം ഒരുപാടായിട്ട് കിടക്കുന്നത്. പിന്നെ അച്ചാച്ചി ഇതേ വന്ന് നോക്കുന്നത് ആ വലിയ കമ്പി കിടക്കുന്നിടത്ത് ഒരു ചെറിയ കമ്പി ഞാൻ അച്ചാച്ചിയോട് ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷർട്ടെല്ലാം ഹാങ്ങറിലിടാൻ വേണ്ടിയിട്ട്. ചേട്ടായിട്ട് അനിയൻ്റെ ഷർട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടുതലും ഹാങ്ങറിലാകുമ്പം ചുളിവൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഈ കമ്പിയിലാകുമ്പോൾ എല്ലാം നല്ലപോലെ വൃത്തിയാക്കിയിടാറ്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കമ്പിക്ക് കുറച്ച് വണ്ണ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഹാങ്ങർ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ചാച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ ഒരു കനം കുറഞ്ഞ ഒരു കമ്പി കെട്ടിത്തന്ന ഹാങ്ങറെല്ലാം നല്ല രീതിക്ക് തൂക്കിയിടല്ല. അപ്പോൾ കുറേ തുണി ആ ഒരു സൈഡിലേക്കായിട്ട് ഒതുങ്ങി കിടക്കും. അപ്പോൾ അതാകുമ്പം തുണി ഇടുന്ന സ്റ്റാൻഡിലൊന്നും ഒരുപാട് വലിച്ചു വാരി തുണി കിടക്കത്തില്ലല്ലോ. പിന്നെ ഞാനെല്ലാം ഒതുക്കി പറക്കി മാറ്റുന്നതിനിടയ്ക്ക് പാറ്റായും പല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. എട്ടുകാലിയും അതിനെല്ലാം ഞാൻ ഇതിനിടയിൽ തല്ലിക്കൊല്ലുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം തൂത്ത് വാരിയിൽ വേണ്ടാത്തതെല്ലാം കുറച്ചെടുത്ത് കത്തിക്കുകയൊക്കെ വേണം. എന്തായാലും വെയിൽ മാറിയിട്ട് വൈകിട്ടേ കത്തിക്കുന്നു കേട്ടോ. തൂകി പുകയ്ക്കലും എല്ലാം കത്തിച്ച് കൊടുക്കലും എല്ലാം വൈകിട്ടാണ് കേട്ടോ. കൂടുതലും കൊതുകിന് ഓർത്താണ് ഇപ്പോൾ ഞാൻ വൈകിട്ട് തന്നെ കത്തിക്കുന്നത്. ആടും പട്ടിയും അപ്പോൾ വൈകിട്ട് പുകയിടുമ്പോൾ ഇതുങ്ങൾക്കൊക്കെ ആണെങ്കിലും വലിയ കൊതുകിൻ്റെ ശല്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും പുകയിടുന്നത് വൈകിട്ടാണ്. പിന്നെ ഞാൻ ഞങ്ങളുടെ ആട്ടിൻ വീട്ടിലേക്കൊന്ന് കയറി വന്നു കേട്ടോ. പുതിയൊരു പണിത് കേട്ടോ. അപ്പോൾ ആട്ടിൻ വീടിൻ്റെ പണിയെല്ലാം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അച്ചാച്ചി ഈ സ്റ്റെപ്പ് വെച്ചേക്കുന്നത്. അല്ലാതെ വെച്ചിരിക്കുന്നത് ആടിന് കയറാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിൽ കയറാൻ പറ്റത്തില്ല. നമ്മളതിൽ ചവിട്ടുമ്പം നമുക്കെന്തോ ഒരു ബലക്കുറവ് പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി നമുക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് വെച്ചേക്കാണ്. കുറച്ച് ദിവസമായിരുന്നു കേട്ടോ ആട്ടിൻകൂടിൻ്റെയും പട്ടിക്കൂടിൻ്റെയൊക്കെ പണി. അപ്പോൾ ഇന്ന് അച്ചാച്ചി എല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ. അച്ചാച്ചി വന്നിട്ട് ഇതുവരെ അച്ചാച്ചിക്ക് വീട്ടിൽ വിശ്രമിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ പോകുന്നത്